ചേട്ടാ നിക്കേട്ടാ, ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ. ചേട്ടാ എന്നെ പോലെ പതിവ്രതയും അതിസുന്ദരിയും സത്യസന്ധയുമായ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടിയ ഒരാൾ ഇങ്ങനെ പെരുമാറില്ല ചേട്ടാ. ഈശ്വരാ, കല്യാണം കഴിഞ്ഞ് 30 വർഷം എങ്ങനെ കടന്നുപോയി അല്ലേ ഏട്ടാ? അയ്യോ, ഞാനൊരു കുറ്റവാളിയായിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിലാണെങ്കിൽ 2 ജീവൻ കഴിഞ്ഞ് ഇപ്പൊ സ്വതന്ത്രനായനെ. ശരി ചേട്ടാ, എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചേട്ടാ ഇങ്ങനെ വെളുക്ക ചിരിച്ചപ്പോ 2 കോന്ത്രം പല്ല് വെളിയിലോട്ട് തന്നെയൊക്കെ വെച്ചോണ്ടിരുന്നു. പക്ഷേ എനിക്ക് അതിനുശേഷം ചിരിക്കേണ്ടി വന്നിട്ടേ ഇല്ല കല്യാണത്തിന് ശേഷം. അതുകൊണ്ട് എന്റെ വൃത്തിയുടെ ആരും കണ്ടിട്ടില്ല. ശരി, അത് പോട്ടേട്ടാ. ചേട്ടാ കല്യാണം കഴിഞ്ഞേ ഞാൻ ഇറങ്ങിയിട്ടേ, ശരി തൊടുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ചേട്ടാ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഞാൻ എന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് എനിക്ക് പോലെ സില്ലി ആയിട്ട് തോന്നുന്നു. നീ അന്ന് കരഞ്ഞു, പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇതാ 30 വർഷം ദിവസവും കരയുന്ന ഒരുത്താണ് ഞാൻ. അത് പോട്ടെ ചേട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ലക്ഷപ്രഭു ആയില്ലേ എന്നെ കല്യാണം കഴിച്ച ശേഷം? അത് നേരാ, പക്ഷെ കല്യാണത്തിന് മുമ്പ് ഞാൻ കോടീശ്വരനായിരുന്നു. ചേട്ടാ എന്നെ പോലെ സുന്ദരിയും പതിവ്രതയുമായ ഒരു സ്ത്രീയെ വൈഫായിട്ട് കിട്ടിയിരിക്കുകയാണ്. നോക്കാൻ ഈ വെഡിങ് റിംഗ് എന്നും ഞാൻ കണ്ണിൽ ഇങ്ങനെ വെച്ച് ആലോചിച്ചു. അയ്യോ, നീ അത് വെച്ച് ആലോചിക്കും. നിന്റെ വെഡിങ് റിംഗിനെ കുറിച്ചല്ല നീ ആലോചിക്കുന്നത്, കല്യാണം കഴിച്ചതിന് ശേഷമുള്ള സഫറിങ്ങിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, ഓക്കെ, ഇതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടൻ വരച്ച വര ഞാൻ തെറ്റിയിട്ടുണ്ടോ? തെറ്റിയിട്ടില്ല, പക്ഷെ വരയ്ക്കുന്നത് എവിടെയാണ് നീ തീരുമാനിക്കും. അത് പിന്നെ ഒരു ഭാര്യയുടെ കടമയല്ലേ, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. പോട്ടേട്ടാ, നമ്മൾ കൂട്ട ഒരു കൈതായിട്ടാ അങ്ങനെ തൊട്ടല്ല, കൈ മാത്രം. ഓക്കെ, ഇന്ന് 30ാമത്തെ വർഷം നമ്മൾ രണ്ടുപേരും ഇത്രയും നാൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയുന്ന ദിവസം. അതിനെങ്കിലും ചേട്ടൻ സന്തോഷിച്ചൂടെ? അതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിച്ചോളാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 30ാം വിവാഹ വാർഷികത്തിന് നമ്മൾ ഇതുവരെ ചെയ്ത രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് നമുക്ക് ചേട്ടന്റെ പെട്ടി ഞാൻ തുറക്കും, എന്റെ പെട്ടി ചേട്ടനും. ശരി, ഞാൻ തുറക്കാം. ഇവിടെ ആരുമില്ലേ? ചേട്ടാ, ചേച്ചി, ഞാൻ അറിഞ്ഞു 30ാമത് വാർഷികം ആഘോഷിക്കുകയാണല്ലേ. കുപ്പിയൊക്കെ ഉണ്ടാകുമല്ലോ. കുപ്പിയില്ല. അയ്യോ, പിന്നെ എന്താ ആഘോഷം? ഇത് പുതിയ രീതിയിലുള്ള ആഘോഷമാണ്. അതെങ്ങനെ? അതായത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. അതെ, ഇന്ന് 30ാം വർഷം ആഘോഷിക്കുകയാണ്. അതെ. അപ്പൊ ആദ്യ രാത്രിയില് നീ ഉദ്ദേശിച്ചൊന്നല്ല, ആദ്യ രാത്രിയിൽ ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്തു. എന്ത് പ്രതിജ്ഞ? ഒരു ദൃഢപ്രതിജ്ഞ. എന്ത്? അതായത് 30 കൊല്ലം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ രണ്ടുപേരും എഴുതി രഹസ്യമായിട്ട് സൂക്ഷിക്കണം. 30ാം വാർഷികത്തിന്റെ മാത്രമേ തുറക്കത്തുള്ളൂ. അനിയൻ വന്ന കറക്റ്റ് ഞങ്ങൾക്ക് ഒരു സാക്ഷിയായി. അതെ, അപ്പൊ ഈ 30 വർഷം നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് പരസ്പരം അറിഞ്ഞിട്ടില്ല. ആര് തെറ്റ് ചെയ്യാനാ? പെട്ടിയിലേക്ക് തുടിച്ചു വെച്ചാൽ നമ്മൾ ചെയ്ത ചെറിയ കുറ്റങ്ങളില്ലേ വീട്ടുകാരെ, അത് എഴുതി വെച്ചിട്ട് അത് എന്തായാലും തുറക്കാൻ സമയത്ത് താൻ കൂടെ വന്ന് എന്തായാലും 30ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ വന്നില്ല. അപ്പൊ നിങ്ങളെ ചെറിയ ചെറിയ തെറ്റുകളും കൂടി കേട്ടിട്ട് പോകാം. അതെ, ആദ്യമേ ചേട്ടന്റെ ചെറിയ ചെറിയ തെറ്റുകൾ തന്നെ നമുക്കൊന്ന് അതാണ്. 4 പേപ്പർ ചെയ്ത തെറ്റേ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അയ്യോടാ, ഒന്ന് വായിക്കും ചേട്ടന്റെ തെറ്റുകളൊക്കെ ഒന്ന് കേട്ടോ. അനിയാ കേട്ടോ കേട്ടോ. ആദ്യത്തത് ഇന്ന് എനിക്ക് കമ്പനിയിൽ നിന്നും മെമ്മോ കിട്ടി. അങ്ങനെ സത്യഭാമ അറിയാതെ ഇതുവരെ എനിക്ക് കിട്ടിയ മെമ്മോ 16 ആയി. 16 മെമ്മോ മേടിച്ചല്ലേ? എന്തൊരു മെമ്മോ മേടിക്കലാണിത്? രണ്ടാമത് സത്യഭാമ അറിയാതെ ഞാൻ ബാറിൽ കയറി അടിച്ച കള്ളിന്റെ കണക്ക് ഇതുവരെ 3,30,000 ആയി. എന്നിട്ടാണ് ആ 30ാം വാർഷികത്തിൽ കുപ്പി ഇല്ലാന്ന് പറഞ്ഞത്. അയ്യോ, സഹിക്കുന്നില്ല. അടുത്തത് ഇത് ഞാൻ സഹിക്കൂല. സത്യഭാമ അറിയാതെ ഇന്ന് ഞാൻ ഷക്കീലയുടെ സിനിമ. ഏത് സിനിമക്കാണ് പോയത്? അല്ല, 1ഉം 2ഉം അല്ല, നീ കൊറേ എഴുതിയിരിക്കുന്നു. അയ്യോ, എന്റെ പൊന്നു ചേച്ചി, ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഷക്കീലയുടെ പടമൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ നടിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാർ കൊടുക്കുന്നതല്ലേ, അതിനൊന്നും വല്ല തെറ്റില്ലെന്നേ. തെറ്റു തന്നെയാണ്. എന്നെ പോലെ പതിവ്രതയും പരിശുദ്ധയായ ഒരു പെണ്ണിനെ കൂടെ ജീവിച്ചിട്ട്. എന്നാ അടുത്തത് കേട്ടോ? കരയില്ലേ, കേട്ടിട്ട് കാര്യം. എന്താണ് വായിച്ചങ്ങനെ നോക്കട്ടെ. സത്യഭാമ അറിയാതെ കഴിഞ്ഞ ആഴ്ച അയൽവക്കത്തുണ്ട് രമണീയമായ ടീമാണ് കേട്ടാ. അതാണ് കഴിഞ്ഞ ആഴ്ച രമണിനെ ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞത്. എന്തൊരു മനുഷ്യനാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇങ്ങനെ നോക്കിക്കേ, അയൽവക്കത്ത് രമണി സദ്യക്കെണ്ടെങ്കിൽ ആരെയൊക്കെ കൊണ്ടുപോകാൻ ഒരു കാര്യമില്ല. എന്നെ കുറിച്ച്
പക്ഷെ എന്നെ പോലെ പതിവ് സ്ത്രീ സഹിക്കൂല. എന്റെ പൊന്നു ചേച്ചി ഇതൊക്കെ ചോദിച്ചു നോക്ക്. 30 വർഷത്തിനിടയ്ക്ക് ആകെപ്പാടെ അയൽവക്കത്തുള്ള ഒരു രമണീനല്ലേ സിനിമക്ക് കൊണ്ടുപോയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ 10 പണത്തിനെ കൊണ്ടുപോകും. അത് പോട്ടെ ഇനി ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ നമുക്ക് പൊട്ടിക്കാം. അതെ അതുകൊണ്ട് പൊട്ടിക്കാം. ചേട്ടൻ തന്നെ പൊട്ടിച്ചു നോക്കട്ടെ. 30 വർഷം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അറിയാതിരി. പക്ഷെ എന്റെ കൈവാക്ക് നീ കഥ മാറിപ്പോ. എനിക്ക് മനസ്സിലാവുന്നില്ല 4 കോഴി മുട്ട അടിയത് ഇതായിട്ടാ ചേട്ടാ അത് ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ വെറുതെ പറ്റി നമ്മ കോഴി എടുത്തിട്ട മുട്ട ഇരിക്കും. അല്ല ചേട്ടാ അതെന്തോന്ന് സത്യം പറഞ്ഞു നീ ഇട്ട മുട്ടയാണ്. അങ്ങനെയുള്ള ദോഷമൊന്നും ഞാൻ ചെയ്തില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ഞാൻ. അല്ലേ അതല്ല, ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പം അതിന്റെ അതെ തെറ്റെന്ന് വെച്ചാല് നിന്നോട് വന്നാ പിന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് പറയത്തില്ലേ, അതായത് ചേട്ടനെ ഞാൻ വഞ്ചിക്കുമ്പോഴും. അതെ ഒരു ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുന്നത് അനാശാസ്യം. അതെ അത് തന്നെ. അത് എന്നിട്ട് പറയട്ടെ ചേച്ചി. ഓർമ്മയ്ക്ക് വേണ്ടി ഈ 4 മുട്ട ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചതാണ്. അതെങ്ങനെയാണ് 4 മുട്ടയും അനാശാസ്യമായിട്ട് ബന്ധം? അല്ല 4 പ്രാവശ്യം വഞ്ചിച്ചടി. അയ്യോ ഞാൻ എന്താണ് കേൾക്കുന്നത്? സഹിച്ചില്ലേ രമണിയൻ ഭർത്താവ് ഭാര്യ വഞ്ചിച്ചത് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞേക്ക്. ഭർത്താവായി കേട്ടനാ വഞ്ചിച്ചപ്പോ ഒരു പ്രാവശ്യം ഇട്ടപ്പോ ഒരു മുട്ട ഇട്ടു. അങ്ങനെ ഒരു 30 വർഷം കൊണ്ട് 4 മുട്ടയില്ലേ ഏത് ഭർത്താവ് സഹിക്കടാ? 4 മുട്ടയില്ലേ ഇട്ടുള്ള 30 വർഷം കൊണ്ട് 4 പ്രാവശ്യം ചതിച്ചുള്ളു. അത് കണ്ട് സഹിക്കും. ശരിയാണ്. ഇത് ആഗോളവൽക്കരണത്തിന്റെ കാലമല്ലേ? അതെ അതെ അതെ. അപ്പൊ 30 വർഷത്തില് 4 മുട്ട ആകുമ്പോ ഒരു 7 വർഷത്തിൽ ഒരു മുട്ട. 7 വർഷത്തിൽ ഒരു മുട്ട. അപ്പൊ 7 4 28. അതെ അത്രേ ഉള്ളൂ. 4 പ്രാവശ്യം വഞ്ചിച്ചിട്ടുള്ളൂ. എടാ ഞാൻ നല്ല നായരാണ്, നല്ല ഭർത്താവുണ്ട് ആണല്ലേ. ഞാനിത് സഹിക്കുന്നുണ്ട്. ഞാനിത് സഹിക്കുന്നു. ഞാൻ പുറകുന്നു. 30-ാം വാർഷികം തല്ലി പിരിഞ്ഞില്ല. എന്തായാലും മുട്ടയുടെ കർഷകർ കുഴപ്പമില്ല. 4 മുട്ട കേട്ടോ. ഇതെന്തോ അടി ഇതിനകത്ത് കുറെ രൂപകൾ ഏതാണ്ട് 5 ലക്ഷം രൂപ ഉണ്ടല്ലോ. അല്ല രൂപ 5 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അതെങ്ങനെ വന്നടി? അതായത് ചേട്ടാ ഞാൻ ഓരോ 12 മുട്ട ഓരോ ഡസൻ ആവുമ്പോ വിൽക്കും.